അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക മുശാവറയിൽപ്പെട്ട പണ്ഡിതനായ ഷെയ്ഖുന അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിയമിച്ച ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടുവരാം. അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണത്രേ. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ്. അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ്. ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത്? നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ? ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട അതിലും കയറും, അവിടെ കണ്ട അവിടെയും കയറും, അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും, ഇവിടെ ചെന്നാൽ അവിടെയും. അതായാലും പ്രശ്നമില്ല, ഇതായാലും പ്രശ്നമില്ല, അതൊക്കെ സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും നാക്കാലികളും തമ്മിൽ എന്താ വ്യത്യാസം? നാക്കാലി ഒരു പോത്തുതില പോവുകയാണ്, അവിടെ പുല്ല് കണ്ടു അത് തിന്നു, കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു, കുറച്ചപ്പുറത്ത് പോയപ്പോൾ വേറൊരാളെ വാഴ കണ്ടു അതും തിന്നു, അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു, അത് അവിടുന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും പോത്തുകളും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യനായാൽ അവൻ ആദർശം വേണം. ആ ആദർശം വിട്ട് കളിക്കരുത്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിന് നിന്റെ അവസ്ഥ മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ള് തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല, ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഖുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞത് അതാണ് ആദർശം. ഇതിനാണ് ആദർശം എന്ന് പറയുന്നത്. ഇവിടെ വള്ളം നടക്കാനാണോ അവരെ കഷ്ടപ്പെട്ടത്? അല്ല, ആദർശ സംരക്ഷണമാണ്. അപ്പോൾ ആദർശമില്ലെങ്കിൽ മനുഷ്യൻ പോത്തുകളായി മാറും. ആദർശം സംരക്ഷിക്കണം, ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം, മരണം വരെ അത് നിലനിർത്തണം. നാം വിശ്വസിച്ച് ആശ്രയിച്ചു പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന സുന്നത്തുൽ ജമാഅത്തിന്റെ ശരിയായ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം, ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത്. അത് തന്നെ മരണം വരെ നിലനിർത്തണം. എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത്. ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത്. ജീവൻ ബലിയർപ്പിച്ചാലും ആദർശത്തിന് കേട് പറ്റരുത്. ഇതാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സമസ്ത എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, സുന്നത്ത് ജമാഅത്ത് അതാണ് സമസ്തന്റെ വഴി, സിറാത്തുൽ മുസ്തഖീം അതാണ് സമസ്തന്റെ വഴി. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയെ അങ്ങോട്ട് വളക്കാനോ ഇങ്ങോട്ട് ഒടിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകും. അതിന്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാം, അല്ലാത്തവർക്ക് പോകാം. അത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സമസ്ത ഏത് ആശയമാണോ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാം, ഒന്നും നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, സഹാബത്ത് കാണിച്ചു തന്ന, താബിഈകൾ താബിഈങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന ആ ശരിയായ സിറാത്തുൽ മുസ്തഖീമാണ്. ആ സിറാത്തുൽ മുസ്തഖീമാണ് സമസ്തപട ഏറ്റെടുത്ത് നടത്തുന്നത്. ആ പാതയിൽ നിലകൊള്ളുക. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇതാണ് സംഭവത്തിന് അടിസ്ഥാനമായ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് പുറത്താക്കിയവർക്ക് തിരിച്ചടിയാണ് സംഭവിക്കുന്നത്. കാരണം ഇദ്ദേഹം ഒരു നേര് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെ പുറത്താക്കുമ്പോൾ അപ്പുറത്ത് കള്ളത്തരമുണ്ട് എന്നത് ജനങ്ങൾക്ക് വെളിവാവുകയാണ്. കാരണം ഇദ്ദേഹത്തെ പുറത്താക്കിയ വാർത്ത വന്നതോടുകൂടെ എന്താണ് അതിൻ്റെ കാരണമെന്ന് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുന്നു. അപ്പോൾ എത്തുമ്പോൾ പുറത്താക്കിയ ആളുകൾ വഷളാകുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അവസാന കാലം വരുമ്പോൾ ആളുകൾ ജാഹിലീങ്ങളെ നേതാക്കന്മാരാക്കും. സ്വാഭാവികമായിട്ട് ജാഹിലീങ്ങൾ നേതാക്കന്മാരാവണമെങ്കിൽ ആലിമീങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറണം. എങ്കിൽ മാത്രമേ ജാഹിലിനങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സ്വാഭാവികമായിരിക്കുന്ന അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനൊരു ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ജാമിഅ നൂരിയ എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാപനമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന് അധികാരപ്പെടുത്തിയൊരു കമ്മിറ്റിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രം. ആ കമ്മിറ്റിയുടെ മേലിൽ, സ്ഥാപനത്തിൻ്റെ മേലിൽ പൂർണ്ണ അധികാരം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്കുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ വരുന്നുണ്ട്. ആ മുഷാവറയിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. കാരണം ഈ യോഗം നടക്കുന്ന സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധികളായ ആ കമ്മിറ്റി മെമ്പർമാരുണ്ട്, സ്ഥാപന കമ്മിറ്റി മെമ്പർമാരുണ്ട്. അവരെ നിശബ്ദരാക്കി, അവരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ പ്രതികരിക്കാനോ ഒന്നും സമ്മതിക്കാത്ത രൂപത്തിൽ ശബ്ദ കോലാഹലങ്ങളുണ്ടാക്കി നടപടിയെടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ആ യോഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ പ്രീ പ്ലാനഡായിട്ട് വന്നുകൊണ്ടിട്ടാണ് പരിപാടി. അതും പരിശുദ്ധമായ റമദാനിൻ്റെ ദിവസങ്ങളിലാകുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൂടുതൽ വരികയില്ല, പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പോലും കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഈ ഒരു കുൽസിതമായ നിഗൂഢമായ ഗൂഢാലോചനയുടെ ഭാഗമായ ശ്രമങ്ങൾ തീർച്ചയായിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് അതിന് തടയിടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തടയിട്ടിട്ടില്ല എങ്കിൽ സമസ്തയുടെ സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇത്തരം ആളുകൾ കൊണ്ടുപോയി അത് മറ്റുള്ള ബിദഅകൾക്ക് കയറി നിരങ്ങാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റും എന്നത് ഉറപ്പാണ്. കാരണം ഇത്തരക്കാരുടെ കയ്യിലുള്ള സംവിധാനങ്ങളൊക്കെ തരത്തിലുള്ളതായി മാറി ഒരു പൊതുവായ മുസ്ലിം, പൊതുവായ ഇസ്ലാം, പൊതുവായ സ്ഥാപനം എന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടു പോവുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഷിയാറുകൾ അവിടെ നിന്ന് അടർത്തി മാറ്റുകയും സുന്നികളല്ലാത്തവരെ ക്ഷണിച്ചു വരുത്തി പരിപാടികൾ പങ്കെടുപ്പിക്കുക, സുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക, ഇതൊക്കെ മുൻഗാമികളായിരിക്കുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും ചെയ്യാത്ത നടപടികളാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയത് ഈ ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണെങ്കിൽ സമസ്തയുടെ എല്ലാ പ്രവർത്തകന്മാർക്കും പറയാനുള്ളത് ഇതാണ്. നാൽക്കാലികളെ പോലെ അവിടെയും ഇവിടെയും കയറി നിരങ്ങുന്നവരല്ല. സുന്നികൾക്കൊരു നിലപാടുണ്ട്. അവിടെ കണ്ടാൽ അവിടെ കയറുക, ഇവിടെ കണ്ടാൽ ഇവിടെ കയറുക എന്നുള്ളത് സുന്നികളുടെ നിലപാടല്ല. സുന്നത്ത് ജമാഅത്തിന് നിരക്കാത്ത ഒരു പ്രോഗ്രാമിലും ഒരു പരിപാടിയിലും സുന്നികൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. സുന്നത്ത് ജമാഅത്ത് ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് സാധിക്കില്ല. നേരെ മറിച്ച് വേറെന്തെങ്കിലും താല്പര്യമാണ് ഉള്ളിൽ, സമസ്തയെ അതിന് ദുരുപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അവർക്ക് അതിനെ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഉറക്കെ പറയുന്നു, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ പുറത്താക്കിയതെങ്കിൽ സമസ്തയുടെ ഇനിയുള്ള ആദർശ സമ്മേളനങ്ങളിലൊക്കെ മുഴങ്ങി കേൾക്കാൻ പോകുന്ന ആദർശം ഇതാണ്. അപ്പോൾ പുറത്താക്കിയവർക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും. കാരണം ഇതിൻ്റെ പേരിലാണ് പുറത്താക്കിയതെങ്കിൽ ഇനി സമസ്തയുടെ എല്ലാ സമ്മേളനങ്ങളിലും ഈ ഒരു ആശയം തന്നെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അത് തന്നെ ആയിരിക്കും മുഴങ്ങി കേൾക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം ഷർറുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.